ഇഡ്ഡലി വാങ്ങി തന്നതാ ഇമ്മാതിരി ഓട്ടം ഓടിച്ചേ. നീയാണോ പോടാ? എനിക്കാണ് മുട്ടുവേദന എടുത്തിട്ട് ഞാൻ നിൽക്കണേ. ദാണ്ട്രാ ദേ വന്നവൻ. ദേ ഇനി നമ്മളെ ഓടിക്കാൻ പോകണമെന്നാ തോന്നുന്നത്. എടാ നീ മുമ്പിൽ തന്നെ നിന്നോ, അതാ നല്ലത്. എനിക്കാ നല്ലത്. അയ്യോ വേണ്ട, അയ്യോ അടി കൊള്ളുന്ന നീ വേദന എടുക്കണ. വേണ്ട. അയ്യോ ഭാഗ്യം മടല് താഴെയിട്ടു. ഒരുപക്ഷെ വേദനിപ്പിക്കാതെ അടിക്കാനായിരിക്കും. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അടുത്ത പ്രാവശ്യം കാണാം. നിങ്ങളുടെ മാനം ഞാൻ കാക്കാൻ ചേട്ടാ. അവനൊരു വഴിയാക്കിയേക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എന്റെ സിംഹമേ, വിജയം കൈവരിച്ചു. ശരി ചേട്ടാ. ഞാൻ നിനക്ക് ബിരിയാണി വാങ്ങിച്ചു വെക്കാം. വിശന്നിട്ട് തലറിയാൻ തോന്നുന്നു. എവിടാ രമേശ, മുരുകേശ, മുതലാളി എവിടെ പോയി കിടക്കോടാ? ആ പാണ്ടിയല്ലടാ നിങ്ങളോട് പൊക്കാൻ പറഞ്ഞ. ഇവനെ എന്തിനാടാ എടുത്തോണ്ട് വരുന്നത്? മുതലാളി കാർ എടുത്തോണ്ട് വാ. ഇവിടെ ചുമക്കാൻ പറ്റാത്തോണ്ടാ. ബസ്സിനുള്ള കാശിങ്ങനെ തന്നിട്ട് പോ മുതലാളി. ഇപ്പൊ നീ എവിടേക്കാ പോകുന്നത്? ഇപ്പൊ നാട് വിട്ടു പോകാൻ മാത്രം എന്താ ഉണ്ടായത്? എടാ ഞങ്ങളൊക്കെ ഇല്ലടാ. വേണ്ടടാ, ഇനി ഞാൻ ഇവിടുന്ന് ശരിയാവില്ല. എന്തിനാടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? അതിന് മാത്രം എന്താ ഉണ്ടായത് ഇവിടെ? എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്നത് തന്നെയാ എൻ്റെ ജീവിതത്തിൽ നടന്നത്. പക്ഷെ ഞാൻ തിരിച്ചു വരും. എന്തായിരുന്നാലും നീ എനിക്ക് ഫോൺ ചെയ്യണം. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ അറിയില്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ബാക്കിയല്ല ഞാൻ ഫോൺ വിളിക്കാൻ പറയാളിയാ. പോയിട്ട് വരട്ടെ. ശരി, ഞാൻ ഇറങ്ങാം. എടാ പാണ്ടി, 4 കാശുണ്ടാക്കുന്ന സമയത്ത് എന്തിനാവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്? നിന്റെ കുടുംബത്തിനെ കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചോ? അങ്ങനൊന്നും ആലോചിച്ചില്ല അമ്മാവ. ഇതെല്ലാം ഞാൻ കാരണം നടന്നതാ. നിന്റെ പ്രായതാണ്. നല്ലവും ചീത്തവും നിനക്ക് മനസ്സിലാവില്ല. നമ്മുടെ ശത്രുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവന്മാർ വിചാരിച്ചാൽ നിന്നെ എന്ത് വേണമെങ്കിലും അവർ ചെയ്യും, അറിയോ? അവന്മാർ അത്രയ്ക്കും ഭയങ്കരന്മാരാണ്. അങ്കിൾ, അദ്ദേഹത്തെ വഴക്ക് പറയണ്ട. എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ജീവിക്കുകയാണെങ്കിൽ അവന്റെ കൂടെയായിരിക്കും, അതുപോലെ മരിക്കുകയാണെങ്കിൽ അവന്റെ കൂടെയായിരിക്കും. ഞങ്ങൾ ഇനി ജീവിക്കണോ ചാവണോ എന്നുള്ള കാര്യം ഇപ്പൊ അമ്മാവന്റെ കയ്യിലുള്ളത്. എടാ, ജീവിതം ജീവിക്കാൻ വേണ്ടിയാ, അല്ലാതെ മരിക്കാൻ വേണ്ടിയല്ല. ശരി, ഏതായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ശരി, നിങ്ങൾ അകത്ത് ചെന്നിരിക്കേ. ബാക്കി അകത്ത് പോയി സംസാരിക്കാം. വാ ചെല്ലേ. പോയി പിടിച്ചെടുത്തിട്ട് വാടാവണ. നിന്റെ മരുമോനെ പാണ്ഡ്യനുണ്ടല്ലോ, അവനോട് പറഞ്ഞേക്ക് എന്റെ കുടുംബത്തെ അവൻ കൈവച്ചിരിക്കുന്നത്. നിന്റെ കുണം നീ കാണിച്ചല്ലേ? എടാ, നിന്റെ ഈ വൃത്തിയായിട്ട് വർത്താനം എന്റെ അടുത്ത് വേണ്ട. ഈ കാശും അഭിമാനവും ഞങ്ങൾക്ക് ഒട്ടും കുറവില്ല. എന്ന് വെച്ച് ഞങ്ങളുടെ വീട്ടിലെ പെണ്ണിനെ ഇറക്കിക്കൊണ്ട് പോവോ? കേരളാ, വാ. അവന്റെ അവസാനം ഇന്ന് കഴിവറവൻ. സാറ് ഹെൽപ്പ് ചെയ്യോ? ഞങ്ങളെ കൂടി ഈ വണ്ടിയിൽ നിന്ന് കയറ്റി കൊണ്ടുപോകാം. പോവാം ബ്രോ. അത് വലിയ ഉപകാരമായിരുന്നു. തീർച്ചയായിട്ടും കേറിക്കോ.
എവിടെ പോകണം? സർ, ഞങ്ങൾ ഏതെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് ഇറക്കി വിട്ടാൽ മതി. സർ, ഞങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിട്ട് ഓടി വന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഫോളോ ചെയ്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും സേഫായിട്ടൊരു സ്ഥലത്ത് ഇറക്കി വിടണം സർ. ഹലോ, പറയാമോ? അങ്ങനെയാണോ? ശരി, പോലീസ് സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിലേക്കൊന്നും പോരുതേ. ഓക്കെ. ഫോൺ ഇപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ചെയ്യാമാവോ? ഇന്നൊരു ദിവസം അവന്മാരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. ശരി അമ്മാവോ. എന്തുപറ്റി? നിന്റെ അങ്കിള് ഗുണ്ടകളും കൂട്ടി പുറകെ വരുന്നുണ്ടെന്ന്. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആ നായിന്റെ മോനെ കണ്ടെടുത്തിട്ട് തട്ടിക്കളാ. പിന്നെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്തെങ്കിലും സൂചന കിട്ടിയ പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കണം. ഓക്കെയാ? ഞാൻ വയ്ക്കുന്നു. ഇരുട്ട് പള്ളെന്ന് പറഞ്ഞ ഫോറസ്റ്റിൽ പോയി ഹൈഡ് ചെയ്തോ. നിങ്ങളെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അവിടെ ആർക്കും ഉള്ളി വരാൻ പറ്റില്ല. പ്രശ്നമൊക്കെ നടന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് തന്നെ വെളി വരാം. ഓക്കെ സർ. ഇവിടെ ഇറങ്ങിക്കോ. ഓക്കെ? താങ്ക് യു സർ. ഓക്കെ. എന്തുപറ്റി മോളെ, നീ ടയർഡായോ? നമുക്ക് വേണ്ടി കുറച്ച് സഹിക്കടാ. ഈ അവസ്ഥയിൽ നിനക്ക് റൊമാൻസിന്റെ ആവശ്യമുണ്ടോ? അടുത്ത് വന്നാണ്ടല്ലോ, പോടാ. നീ അടുത്ത് വന്നാൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ അടുത്ത് വെച്ചിട്ട് നീ ഡയറി എഴുതിക്കൊണ്ടിരിക്കുക. ഇങ്ങതാ. അത് നമ്മുടെ ലവ് സ്റ്റോറിയാ. അതിന്റെ പേഴ്സണൽ ഡയറിയാണേ. പറയുന്നത് കേൾക്കുന്നിയാ. അതിങ്ങ് താ. നമുക്കിടയിൽ എന്താടാ പേഴ്സണൽ? ഏയ്, അതിങ്ങ് താ. ആ, ഒന്നും പറ്റില്ല, വായിച്ചു തരാം. എന്താ അത്? നമുക്കിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. വിട്. ആ കാട്ടിൽ ഞങ്ങളുടെ ജീവിതം സന്തോഷകരമായി പോവുകയായിരുന്നു. ഞങ്ങളുടെ ശരിക്കുള്ള ജീവിതം അവിടെ തുടങ്ങുകയായിരുന്നു. എന്റെ പുറകെ വന്നേരെ, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നീ ദിയ അല്ലേ? നീ എങ്ങനെയാ മരിച്ചേ? നിന്നെ ആര് കൊന്നോ അവരെ തേടി കണ്ടുപിടിച്ച് നീ അവരെ കൊല്ല്. ആവശ്യമില്ലാണ്ട് മറ്റുള്ളവരെ എന്തിനാ കൊല്ലുന്നേ? നിങ്ങളെ കൊന്നവരെ ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇവളെ വിട്ടേരെ. സാർ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നിട്ടുണ്ട് സാറേ. ആദ്യം എന്ന് പറയുന്ന ഒരു ചെറുക്കന് മാത്രം ജീവനോടെ കിട്ടി സാറേ. ബാക്കി കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാം സാർ. ഓക്കെ, അവരുടെയൊക്കെ വീട്ടിൽ ഞാൻ അറിയിച്ചേക്കാം. ഞാനിപ്പോ എന്താ പറയണ്ടേ? എനിക്ക് ആ പാണ്ഡ്യയെ കഴിഞ്ഞ 5 കൊല്ലങ്ങളായിട്ട് അറിയാവുന്ന. അവൻ നല്ല പയ്യനാണ്. ഞങ്ങളുടെ ഈ ചില്ലറ ബിസിനസ് പ്രശ്നങ്ങൾ കാരണം ഡാനിയലായിട്ട് ഇടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ട്. ഈ പാണ്ഡ്യ കാണാതെയായി പോയത് എനിക്ക് ആ ഡാനിയലിന് നല്ല സംശയമുണ്ട്. എന്തായി ഡേവിഡ്? വല്ല അറിയാൻ പറ്റിയോ? ഇനിയും ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ അച്ഛനും അമ്മേനും ഞാൻ പോയി കണ്ടതാ. അവരെന്തിനാ നീ പോയി കണ്ടത്? എന്നെ കൊന്നതും അതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? എന്ത് സംബന്ധം ഉണ്ടെന്നോ? ചോദ്യം ചെയ്യണോന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് എല്ലാരെയും ചോദ്യം ചെയ്യണം. പക്ഷെ എന്നെ കൊന്നത് വേറെ ആരെങ്കിലും ആണെങ്കിലോ?
ആളെ സെറ്റ് ചെയ്ത് പോലും ചെയ്യാലോ. നീ എന്തായി പറയുന്നത്? ഒന്ന് നിക്ക്, ധൃതിപ്പെടല്ലേ. പാവം, അവരിന്നും നിന്നെ തന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുക. നീ മരിച്ചെന്ന് പോലും അവർക്കറിയില്ല. നിന്നെയും പാണ്ടിയും അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയാ. വിധി കണ്ടോ, നിന്നെ കൊണ്ട് അവരുടെ അടുത്ത് പോകാൻ പറ്റില്ല. നിന്റെ അച്ഛൻ എന്താ പറഞ്ഞെന്നറിയോ? അവർ രണ്ടുപേരും ഓടിപ്പോയപ്പോൾ എനിക്ക് വല്ലാത്ത പക തോന്നി. നാട് മുഴുവൻ അവരെ അന്വേഷിച്ചു. ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അനിയ, നിനക്കറിയാവോ അവരെവിടെ ഉള്ളതെന്ന്? എന്താ പാണ്ടി, നീയും വന്നോ? ഇവൾക്കൊരു സങ്കടം ഉണ്ടായാൽ അത് കണ്ടുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? ശരി ശരി, വിഷമിക്കണ്ട. ഇനി 2 ദിവസത്തെ നിങ്ങളെ കൊന്നവരാരാ ഞാൻ കണ്ടുപിടിക്കാം. ആരാടാ നീ? ഇതല്ലേ എന്നോടത്തിനെ ചോദിക്കുന്നേ? ഇപ്പൊ എന്തിനാ നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? പിന്നെ 3 വർഷം മുമ്പ് മരിച്ച ഒരാളെ പറ്റി ഇപ്പൊ വന്ന് എന്നോട് ചോദിക്കുന്നേ? മരിച്ചുപോയോ? അവര് മരിച്ചെന്ന് നിനക്കെങ്ങനെ അറിയാം? പറയേ. അങ്ങനെയാണ് നാട്ടിലുള്ള എല്ലാരും പറയുന്നത്. ഇല്ല, എക്സാക്റ്റ് ആയിട്ട് 3 വർഷം നീ പറഞ്ഞു. നിനക്കെന്തോ ഒരു കാര്യം അറിയാം. അപ്പൊ നീയാണോ അവരെ കൊന്നുകളഞ്ഞത്? പറയേ, നീയാണോ കൊന്നുകളഞ്ഞ? പറയടാ, നീയാണോ കൊന്നത്? എല്ലാം ചോദിക്കാൻ നീയാണോ എന്ന പോലീസാണ്. എന്റെ ജോലി എന്താന്ന് വെച്ചാ അത് മാത്രം ചെയ്തിട്ട് ഇവിടുന്ന് പൊക്കോണം. ആവശ്യമില്ലാതെ കുഴപ്പമുണ്ടാക്കാൻ നോക്കിയാലുണ്ടല്ലോ. നീ പറഞ്ഞാ കേക്കില്ല അല്ലേ? അവര് മരിച്ചിട്ടുണ്ടെന്ന് നിനക്ക് മാത്രം അറിഞ്ഞേക്കുന്നേ. അവരെ കുറിച്ച് സംസാരിക്കുമ്പോ നിന്റെ മുഖത്ത് ഭാവമാറ്റം മാത്രമേ ഉള്ളൂ. നീയാ എന്തോ ചെയ്തേക്കുന്നേ, പറയുന്നോ ഇല്ലയോ? പറയാം, കഴുത്തേന്ന് വിട്. ദീപകാണ് പറഞ്ഞത്. അവനെവിടെയാ? ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ എന്തോ ജോലിയായിട്ട് പുറത്തു പോയിരിക്കുക. വരാൻ 15 ദിവസം. പറഞ്ഞേക്കാം, എന്നെ ഒന്നും ചെയ്യരുത്. വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാം പറഞ്ഞേക്കാം. അന്ന് അവരമ്മാവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയില്ലേ? അവരൊരു കാറിൽ ലിഫ്റ്റ് ചോദിച്ചു പോയി. ഞാനും പുറകെ തന്നെ പോയി. പിന്നീട് അവരൊരു കാട്ടിൻ്റെ അകത്തേക്ക് പോയിരുന്നു. ഞാനും അവരുടെ പുറകെ തന്നെ പോയി. അവരെ കൊന്നുകളയാൻ വേണ്ടിയാണ് ഞാൻ അവരുടെ പുറകെ തന്നെ പോയത്. പക്ഷേ അവിടെ അവർ രണ്ടുപേരും മരിച്ചു കിടക്കുകയായിരുന്നു. അവരെ വേറെ ആരോ കൊന്നതാണ്. എനിക്കും അതിനും ഒരു ബന്ധമില്ല. നീ പറഞ്ഞതെന്തെങ്കിലും നുണയുണ്ടെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ നിനക്ക്. മാക്സിമം 10 പേരെ ചോദ്യം ചെയ്തു. നിങ്ങൾ ആരാ കൊന്നേന്ന് എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
എടാ മഹാഭാവി, ഞങ്ങളുടെ ജീവിതം നശിപ്പിച്ചത് നീയായിരുന്നല്ലേ? എന്താ ഞാനേ വലിയ പാരാസൈക്കോളജിസ്റ്റ്. നിന്നെ മാതിരി എത്ര പ്രേതത്തിനെ ഞാൻ കണ്ടിട്ടുണ്ടാവും. നീയാണ് ഞങ്ങളെ കൊന്നത്. നീയാണ് ഞങ്ങളെ കൊന്നത്. നീ തന്നെയാണ് ഞങ്ങളെ കൊന്നത്. നീ തന്നെയാണ് ഞങ്ങളെ കൊന്നത്. അതെ പാണ്ടി, ഇവനാണ് നമ്മളെ കൊന്നത്. നീയാണ് ഞങ്ങളെ കൊന്നത്. നീയാണ് ഞങ്ങളെ കൊന്നത്. നമ്മളെ കൊന്നത്. ദേവേ, ദിയ, ദിയ, പോ.
എല്ലാ തെറ്റും നീ ചെയ്തിട്ട് എങ്ങനെ ഒന്നും നടക്കാത്ത പോലെ നിനക്ക് അഭിനയിക്കാൻ പറ്റുന്നേ? നന്നായിട്ട് ആലോചിച്ച് നോക്ക്. അപ്പൊ മനസ്സിലാവും നീ എന്താ ചെയ്തതെന്ന്. നന്നായിട്ട് ആലോചിച്ച് നോക്ക്. സാർ ഒരു ഹെൽപ്പ്, ഞങ്ങളെ കൂടി ഈ വണ്ടിയിൽ നിന്ന് കയറ്റിക്കൊണ്ട് പോകാവോ? ഇരുട്ടുപള്ളത്തിൽ ഇറങ്ങിക്കോ, അതാണ് സേഫ്. അന്ന് നിങ്ങളെ ഇരുട്ടുപള്ളത്തിൽ ഇറക്കി വിട്ടിട്ട് ഞാനും കാട്ടിനകത്ത് വന്നു. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ നോക്ക്. ചെല്ല്. എന്നെ കൊല്ലരുത് പ്ലീസ്. പാട്ടി. പാട്ടി. ബിയ, ബിയ. പാട്ടി. പാട്ടി. ബിയ, ബിയ. ആരാണ് നീ? എന്റെ ബിയ നീ എന്താ ചെയ്തേ? അന്ന് ലഹരിയുടെ പുറത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തു. എന്നോട് ക്ഷമിച്ചൂടെ?
ലഹരി കാരണമാണ് പല തെറ്റുകളും സംഭവിക്കുന്നേ. ഇപ്പോഴും നീ ലഹരിയിൽ തന്നെയാണ്. ലഹരി ഉപയോഗിച്ച് തെറ്റ് ചെയ്യുന്നവന് മോപ്പില്ലടാ.